ക്ഷമ എന്ന് പറഞ്ഞാൽ ഇതാണ്. നൂഹ് നബിയുടെ കാലത്ത് ജനങ്ങൾ നന്മക്കാരായിരുന്നു. എന്നാൽ അവരുടെ നന്മക്കാരായ പൂർവികർ മരിച്ചപ്പോൾ പിശാച് അവരെ വഴിതെറ്റിച്ചു. അവരുടെ രൂപമുണ്ടാക്കി ഓർമ്മിക്കുക എന്ന് പറഞ്ഞുകൊടുത്തു. പിന്നീടത് ആരാധനയായി മാറി. വദ്, സുവാ, യഗൂസ്, യൗക്ക്, നസ്ർ എന്നിങ്ങനെ 5 രൂപങ്ങൾ. അവരെ അല്ലാഹുവിന് തുല്യമാക്കി. അപ്പോഴാണ് അല്ലാഹു നൂഹ് നബിയെ അവരിലേക്ക് അയച്ചത്. എന്റെ ജനമേ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവിൻ. അവനല്ലാതെ വേറെ രക്ഷകനില്ല എന്ന് പറയാൻ നൂഹ് നബി ശ്രമിക്കാത്ത ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. തിരുവഴുത്തിൽ അല്ലാഹു പറയുന്നു, ഞാൻ എന്റെ ജനത്തെ രാവും പകലും വിളിച്ചു, എന്നാൽ എന്റെ വിളി അവർക്ക് ഓടിപ്പോകാൻ മാത്രമേ സഹായിച്ചുള്ളൂ. അവരെന്ത് ചെയ്തുന്നോ? നൂഹ് നബി സംസാരിക്കാൻ തുടങ്ങിയാൽ അവർ ചെവിയിൽ വിരലിട്ടു, മുഖം വസ്ത്രം കൊണ്ട് മൂടി. മിണ്ടാതിരിക്കൂ, ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ സ്വത്ത് നഷ്ടപ്പെടുമെന്ന് പ്രമാണികൾ പറഞ്ഞുകൊണ്ടിരുന്നു. 950 ആണ്ട്, 9 നൂറ്റാണ്ട്. എന്നിട്ടും നൂഹ് നബി തളർന്നില്ല. എന്തുകൊണ്ടെന്നോ? ഫലം നമ്മളുടെ കയ്യിലല്ല, പ്രവർത്തനം മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഒടുവിൽ അല്ലാഹുവിന്റെ കൽപ്പന വന്നു, നിന്റെ ജനത്തെ കൊണ്ടിനി ഫലമില്ല, ഒരു മരക്കപ്പലുണ്ടാക്കൂ. മരുഭൂമിയിൽ മരക്കപ്പൽ. ജനങ്ങൾ ചിരിച്ചു മറിഞ്ഞു. നൂഹിനെ നോക്കൂ, വയസ്സായി ബുദ്ധി കെട്ടു, വെള്ളമില്ലാത്തടുത്ത് മരക്കപ്പൽ ഉണ്ടാക്കുന്നു. എന്നാലും നൂഹ് നബി അല്ലാഹു പറഞ്ഞത് ചെയ്തു. വിശ്വസിച്ച് 80 പേർ കൂടെ നിന്നു. എല്ലാ ജീവിവർഗങ്ങളിൽ നിന്നും ഒരാണും പെണ്ണുമായി മരക്കലത്തിൽ കയറ്റി. എന്നിട്ട് അല്ലാഹു പറഞ്ഞതും കാത്തിരുന്നു. പെട്ടെന്ന് ആകാശവും ഭൂമിയും ഒന്നിച്ചു കരഞ്ഞു. ഭൂമിയിൽ നിന്ന് വെള്ളം പൊട്ടി ഉയർന്നു. 40 ദിവസം മഴ പെയ്തു. ലോകം മൊത്തം വെള്ളത്തിൽ മുങ്ങി. ഈ സമയത്ത് നൂഹ് നബിയുടെ സ്വന്തം മകൻ, അവൻ വിശ്വസിച്ചില്ല. നൂഹ് നബി വിളിച്ചു, മോനെ, മരക്കലത്തിൽ കയറിക്കൂ, മുങ്ങിപ്പോവല്ലേ. അവൻ പറഞ്ഞു, ഞാൻ മല കയറി രക്ഷപ്പെടാം. നൂഹ് നബി കരഞ്ഞുപോയി. എന്നാൽ അല്ലാഹുവിന്റെ വിധി അതായിരുന്നു. മല കയറിയവർ മുങ്ങി, മരക്കലത്തിലുള്ളവർ മാത്രം രക്ഷപ്പെട്ടു. നൂഹ് നബി ചോദിച്ചു, അല്ലാഹുവേ, അവനെന്റെ കുടുംബമല്ലേ? അല്ലാഹു പറഞ്ഞുകൊടുത്തു, നൂഹേ, അവൻ നീ വിചാരിക്കുന്ന നന്മക്കാരുടെ കൂട്ടത്തിൽ പെട്ടില്ല. രക്തം കൊണ്ടുള്ള ബന്ധമല്ല, വിശ്വാസമാണ് പ്രധാനം എന്ന് നമുക്കിത് പഠിപ്പിക്കുന്നു. 6 മാസം കഴിഞ്ഞ് വെള്ളമിറങ്ങി. മരക്കലം ജൂതി മലയിൽ വന്നു നിന്നു. പുതിയ ലോകം, പുതിയ തുടക്കം. നൂഹ് നബി നമുക്ക് പഠിപ്പിച്ചു തരുന്ന 3 കാര്യങ്ങൾ. 1. തോൽവി എന്ന വാക്ക് നീ പറയരുത്. 950 ആണ്ട് തോറ്റിട്ട് പോലും നൂഹ് നബി ജയിച്ചു. 2. അല്ലാഹു പറഞ്ഞാൽ കാരണം നോക്കാതെ അനുസരിക്കുക, മരുഭൂമിയിൽ മരക്കലം പണിഞ്ഞതുപോലെ. 3. കുടുംബമല്ല, വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുക.